ഇപ്പം മെസ്സിക്കൊക്കെ ആണെങ്കിലും അത്രയും പരിക്കുകളോ കാര്യങ്ങളോ വരാത്തതിന്റെ കേസ് അതൊക്കെയാണ് മെസ്സി. ഇപ്പം ഞാൻ പറയാലോ, ഇപ്പം എനിക്ക് വളരെ താല്പര്യമുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ ഇത്രയും നല്ല പ്ലേയേഴ്സ് ആയതും അല്ലെങ്കിൽ അവരൊക്കെ ടീമിന് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ സ്കില്ല് കാണിച്ചിട്ടൊന്നുമല്ല. ഇപ്പോ നമ്മുടെ പേരുകൾ എടുത്ത് പറയുന്നത് കെവിൻ ഡി ബ്രൂയിന, ഇപ്പോൾ കോൾ പാൾമർ, അങ്ങനെയുള്ള ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, വിറ്റീഞ്ഞ, ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവർ സ്കിൽഡൊന്നും അല്ല, സ്കില്ല് കാണിച്ച് ആളുകളെ മയക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇവർ ടീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം, അതായത് ഇവരുടെ മാനേജർ, അതായത് കോച്ച്, നമ്മൾ കോച്ചിനെ എടുത്ത് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു സാധനം വന്നായിരുന്നു, മാനേജർ അല്ല കോച്ച് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ മാനേജർ, ഒരു മാനേജറുടെ ആണല്ലോ ടീം, ആള് പറയുന്ന രീതിക്ക് വേണം അവിടെ കളി നടക്കാൻ. അപ്പോൾ നെയ്മറൊക്കെ ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് നെയ്മർ വെച്ചിട്ട് നെയ്മർക്ക് വേണ്ടിയിട്ട് കളി ബിൽഡ് ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നു, അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ട നെയ്മറെ കിട്ടുന്നില്ല, നെയ്മർക്ക് വേണ്ട മാനേജർ എന്നുള്ള പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പേരുകളുണ്ട്, ഇപ്പോൾ ഡിബ്രൂയിനെ ആണെങ്കിലും ഒക്കെ, ഇവരൊക്കെ സ്കില്ല് കാണിച്ചിട്ടല്ല, ഇവരുടെ പാസുകൾ, ഇവരുടെ അസിസ്റ്റുകൾ, ഇവർ ബോൾ റിസീവ്, ഇവരുടെ ബോൾ പ്രൊവൈഡിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ടീമിന് ഭയങ്കര ഗുണം ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ അതിലൂടെയാണ് നമ്മളെ അവരുടെ ആരാധകരാക്കി മാറ്റുന്നത്. അല്ലാതെ നമ്മൾ ഒരു കുറെ സ്കില്ല് ബോർഡിട്ട് നമ്മൾ അമ്മാനായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കൂടുതലും ശരി നെയ്മറുടെ ഒരു പ്ലേയിങ് സ്റ്റൈല് ശരിയാണ്, കാണാൻ നല്ല രസമാണ്, നമ്മൾ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് ഭയങ്കര ദേഷ്യമാണ്. അത് നെയ്മർക്ക് തന്നെ വിനയാവും, നെയ്മർക്ക് പരിക്കുകൾ വരും, നെയ്മറെ ഫൗൾ ചെയ്യുവരെ നമുക്കറിയാം, നെയ്മറെ ഫൗൾ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് നെയ്മർ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച ആള് ഒരു പ്ലേ മേക്കർ എന്ന ആ ഒരു ലെവലിലേക്ക് ഒന്ന് മാറട്ടെ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പേരുകളൊന്നും അല്ലാതാവും. ഇപ്പൊ പാൾമർ ആണെങ്കിലും ഡിബ്രൂയിനെ ആണെങ്കിലും സിൽവ ആണെങ്കിലും വിറ്റീഞ്ഞ ആണെങ്കിലും ഒക്കെ നെയ്മർ ഒന്ന് പുള്ളി ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്ലേ മേക്കിങ്ങിലേക്ക് നെയ്മർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, നെയ്മറുടെ ടാലന്റ് പ്ലേ മേക്കിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നെയ്മർ ഏത് ടീമിൽ കളിക്കുന്നു ആ ടീമിന്റെ ലെവലേ മാറും. കാരണം ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്റെ ചെറുപ്പ കാലഘട്ടത്തിലാണ് ഞാൻ നെയ്മറുടെ സ്കില്ലും പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫാനായിരുന്നു. പിന്നെ നമ്മൾ മെച്ചുവേർഡ് ആവുന്ന സമയത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന സമയം നമ്മൾ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നെയ്മറിൽ നിന്ന് വേണ്ടതല്ല. ഞാൻ ഇപ്പോഴും നെയ്മറുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നെയ്മറുടെ പാസുകളാണ്. ചില ത്രൂ ബോളുകളുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതെടുത്ത് റിസീവ് ചെയ്യാൻ, അതെടുത്ത് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഫോർവേഡ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അടിച്ചു കൂട്ടാം. നമ്മൾ കണ്ടു പല PSG ആണ് പല തവണ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എംബാപ്പയ്ക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഐക്യു ഉള്ള ഒരു പ്ലെയർ ആണ് നെയ്മർ. പക്ഷെ നെയ്മർ അത് മനസ്സിലാക്കുന്നില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം.